തായ് ലൈഫ് ഇൻഷുറൻസിന്റെ അൺസങ് ഹീറോ എന്നുള്ള ഈ ആഡ് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവില്ലേ? ടൈറ്റാന്റെ ദ ജോയ് ഓഫ് ഗിഫ്റ്റിംഗ് എന്നുള്ള ഈ ആഡ് കണ്ടപ്പോഴും അൺകോൺഷ്യസ്ലി നിങ്ങളൊന്ന് സ്മൈൽ ചെയ്തില്ലേ? ഇങ്ങനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില പരസ്യങ്ങളുണ്ട്. അഡ്വർടൈസിങ് അപ്പീൽസ് ഏറ്റവും എഫക്റ്റീവായി യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പരസ്യങ്ങൾ കാണുമ്പോൾ ഒരു കണക്ഷൻസ് തോന്നുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഫീലിംഗ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അഡ്വർടൈസിങ് അപ്പീൽസ് എന്ന് പറയുന്നത്. റാഷണൽ അപ്പീൽ, ഹ്യൂമർ അപ്പീൽ, ഫിയർ അപ്പീൽ, സെക്ഷുവൽ അപ്പീൽ, അങ്ങനെ പലതരത്തിലുള്ള അഡ്വർടൈസിങ് അപ്പീൽസ് ഉണ്ട്. ഒരു കസ്റ്റമറിന്റെ ലോജിക്, റീസൺ, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിനാണ് റാഷണൽ അപ്പീൽ എന്ന് പറയുന്നത്. ഇനി ഫിയർ അപ്പീൽ നമ്മൾ ചില തിയേറ്റർ ആഡ്സിലൊക്കെ കാണാറുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് തുടങ്ങുന്ന തിയേറ്റർ ആഡ് നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ അപ്പീലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പ്രൊഡക്ട്സിലും സെക്ഷൽ അപ്പീൽസ് വളരെ എഫക്റ്റീവായി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കോസ്മെറ്റിക്സ്, അതല്ലെങ്കിൽ ഡ്രസ്സിൽ, ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ സെക്ഷൽ അപ്പീൽസ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൊക്കക്കോളയുടെ പരസ്യങ്ങളിലൊക്കെ മ്യൂസിക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മ്യൂസിക് അപ്പീലാണ് അവിടെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാഡ്ബറി ജെംസ് 5 സ്റ്റാറിൻ്റെ ഒക്കെ ആഡിൽ ഹ്യൂമർ അപ്പീലാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് സർക്കുലേഷൻ അല്ലെങ്കിൽ റീച്ചിലൊക്കെ ഇത്തരത്തിലുള്ള അപ്പീൽസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.